മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ ഒരു സിനിമ ഗോഡ് ഫാദർ. 405 ദിവസമാണ് ഗോഡ് ഫാദർ സിനിമ ഓടിയത്. അതിന്റെ റെക്കോർഡ് പിന്നീട് ഒരു സിനിമയ്ക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മലയാളത്തിൽ. ആ സിനിമയിലെ നായകൻ മുകേഷ്. മുകേഷിന്റെ 1990 സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ ഞാൻ ഗോഡ് ഫാദർ റിലീസായ വർഷം 1991 എന്ന വർഷം മുകേഷിന്റെ സിനിമകളെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 91 ഒരുപാട് സിനിമകൾ മുകേഷ് ചെയ്തിട്ടുണ്ട്. സോളോ ഹീറോ ആയിട്ടും കൂട്ടക്കിളിയൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഗോഡ് ഫാദർ എന്ന സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. സിദ്ദിഖ് ലാലിന്റെ 3ാമത്തെ സിനിമ. 89 റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ സംഭവിക്കുന്നു. മുകേഷ് തന്നെ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയൊക്കെ അനിയനായിട്ടോ സഹോദരൻ സുഹൃത്തായിട്ടോ ഒക്കെ ഒതുങ്ങി നിൽക്കേണ്ടിരുന്ന എന്നെയൊക്കെ ഒരു നായക ഒരു ലെവലിലോട്ട് വളർത്തിയ ഒരു സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ്. സിദ്ദിഖ് ലാൽ അത് കഴിഞ്ഞ് ഇൻഹരിയർ നഗർ ചെയ്തു. അതിലും 4 നായകന്മാരാണ്. അതിലും മുകേഷിന് റോള് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെയ്ത സിനിമയാണ് ഗോഡ് ഫാദർ. ഗോഡ് ഫാദർ സിനിമയെ കുറിച്ചോ അതിന്റെ മറ്റു കഥകളോ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ സിനിമ ഏറ്റവും കൂടുതൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 405 ദിവസം ഓടിയ സിനിമയാണ്. അപ്പൊ അതിനെ കുറിച്ച് പല ചർച്ചകൾ ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് ഈ സിനിമ 150 160 ദിവസം തോന്നും റെഗുലർ ഷോ ഓടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് ന്യൂൺ ഷോ ആണ്. പക്ഷെ ചിത്രം സിനിമ 360 ദിവസം 365 ദിവസമാണ് ഓടിയത്. അതിൽ പക്ഷെ 200ഓളം ദിവസം റെഗുലർ ഷോ ഓടിയിട്ടുണ്ട്. അപ്പോൾ ചില മോഹൻലാൽ ഫാൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചിത്രമാണ് ആ റെക്കോർഡ്, കാരണം റെഗുലർ ഷോ ഓടി. ഗോഡ് ഫാദറിന്റെ ഇപ്പുറത്തെ സൈഡ് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ഗോഡ് ഫാദർ ആണ്. എങ്കിൽ പോലും 405 ദിവസം ഓടിയത് ഗോഡ് ഫാദർ ആണ്. മുകേഷ് തന്നെ പണ്ടൊരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ചില പുതിയ തലമുറയിലെ കുട്ടികൾ കാണുമ്പോൾ ചോദിക്കും ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഓടിയ മലയാള സിനിമ ഏതാണെന്ന് ചോദിക്കുമ്പോൾ പല പേരുകൾ അവർ പറയും. പക്ഷെ ഇവർക്കൊന്നും ഗോഡ് ഫാദർ ആണ് എന്ന് അറിയില്ല എന്ന്. പക്ഷെ അത് ഒരു റെക്കോർഡാണ്. ശരിക്കും പറഞ്ഞാൽ ആ റെക്കോർഡൊക്കെ വെച്ചിട്ട് മുകേഷ് ഒരു സൂപ്പർ സ്റ്റാർ ആവേണ്ട ഒരാൾ തന്നെയായിരുന്നു. മുകേഷ് ഒരിക്കലും മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു നായകൻ എന്ന രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവേണ്ട ഒരാളായിരുന്നു. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു റെക്കോർഡ് കിട്ടിയാൽ ആ നായകൻ പിന്നീട് അതുപോലത്തെ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ ചെയ്ത് വളരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ മുകേഷ് ഒന്നും അങ്ങനെയല്ല അന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും 91 എന്ന് പറഞ്ഞ വർഷം മുകേഷിന് വളരെ ഗുണം ചെയ്തൊരു വർഷം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ ഗോഡ് ഫാദർ. പിന്നെ മറ്റൊരു പ്രധാന സിനിമ ചെപ്പ് കിലിങ്ങണ ചെങ്ങാതി. ആ സിനിമയിൽ മുകേഷും ജഗദീഷും രണ്ടുപേരും തുല്യ നായകന്മാരെന്ന് എന്ന് പറയാം. മുകേഷ് ആണ് നായകൻ എങ്കിൽ പോലും ഞാൻ പറയാം ഒരു 2 പേരുമാണ്. കാരണം ജഗദീഷ് ഇല്ലെങ്കിൽ ആ ഒരു സിനിമയില്ല. കലാധരനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. രാജൻ ഗിരിയത്ത്, വിനു ഗിരിയത്ത് അവരാണ് എഴുതിയിരിക്കുന്നത്. ആ സിനിമ ഒരു ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. അന്നതൊരു പുതുമയായിരുന്നു. കാരണം ഒരു ഇസ്തിരി തേപ്പുകാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അത് ശരിക്കും ഇവരുടെയൊക്കെ ഈ രാജൻ ഗിരിയത്ത്, വിനു ഗിരിയത്ത് അവർക്ക് അവരുടെ വീട്ടിൽ ഇതുപോലെ തന്നെ തേക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവിടെയുള്ള പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇയാളായിട്ട് ഭയങ്കര അടുപ്പമാണ്, അയാൾ ടിപ്പ് ടോപ്പ് ആയിട്ട് നടക്കുന്നു. അപ്പൊ ഇതിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് അവരൊരു കഥ ഉണ്ടാക്കിയതാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ സിനിമ എന്തായാലും ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു. ചെപ്പ് കിലിങ്ങണ ചങ്ങാതിയൊക്കെ ഞാൻ ടിവിയിൽ വന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് അന്ന് കാസറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. ഗോഡ് ഫാദർ തിയേറ്ററിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെപ്പ് കിലിങ്ങണ ചങ്ങാതി പക്ഷെ എനിക്ക് ഭയങ്കര അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടിയാണ്. അടുത്ത സിനിമ ഇതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് സിനിമയാണ് ഇന്നത്തെ പ്രോഗ്രാം. PJ വിശ്വംഭരൻ ഡയറക്ട് ചെയ്ത സിനിമ. മുകേഷ്, സിദ്ദിഖ്, സൈനുദ്ദീൻ. നല്ല രസമുള്ള സിനിമയാണ്. രാധയുടെ അവസാനത്തെ മലയാള സിനിമയാണ്. അതിനുശേഷം അവര് മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. നല്ല രസമുള്ള ഒരു ഹ്യൂമർ സിനിമ തന്നെയായിരുന്നു. അതും അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയാണ്. അത് മുകേഷാണ് നായകൻ. പിന്നെ അന്നത്തെ ആ ഒരു ട്രെൻഡ് തുടങ്ങി. മുകേഷ്, സിദ്ദിഖ്, ജഗദീഷ്, സൈനുദ്ദീൻ, ബൈജു ഇങ്ങനെ ആ ഒരു കോംബോയിൽ വന്ന ഒരു സിനിമയായിരുന്നു. നല്ല രസമുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ എഴുന്നള്ളത്ത് എന്നൊരു സിനിമ. അതില് ജയറാമാണ് ശരിക്കും നായകൻ. അത് ജയറാമിന്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ജയറാമിന്റെ സുഹൃത്തായിട്ട് മുകേഷ്, സിദ്ദിഖ്. ഒരു സീരിയസ് സിനിമ. ഹരികുമാർ എന്ന ഡയറക്ടർ. ഹരികുമാറിന്റെ സിനിമകളൊക്കെ നമുക്കറിയാം. സുഹൃതവും ഒക്കെ പോലത്തെ, അല്ലെങ്കിൽ ഉദ്യാനപാലകൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരു സീരിയസ് മൂഡ്, ഒരു ഫൺ അല്ല. ഇതിലും അതുപോലെ തന്നെ ഞാൻ സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ, ചെറിയൊരു ത്രെഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് എന്റെ ബോക്സ് ഓഫ് സ്റ്റാറ്റസ് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു ഫ്ലോപ്പ് ഒന്നല്ല, ഒരു ആവറേജ് പോയ ഒരു സിനിമ, നഷ്ടം വരാതെ പോയ ചെറിയ ബഡ്ജറ്റിലെ സിനിമ. പക്ഷെ വലിയ ഹിറ്റ് ഒന്നുമില്ല. കാരണം ആ ഒരു സിനിമ കൊണ്ട് ജയറാമിന് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ മുകേഷിന് ഒരു നായകൻ എന്ന രീതിയിലല്ല, സപ്പോർട്ടിങ് എന്ന രീതിയിൽ മുകേഷ് കുറച്ച് നല്ല രസങ്ങളായിട്ട് കുറച്ച് ഹ്യൂമർ സീൻസ് ഒക്കെ ആ സിനിമയിലുണ്ട്. എനിക്ക് തോന്നുന്നു അതില് സിദ്ദിഖും മുകേഷും അവര് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാര്. അതിൽ ആദ്യം സിദ്ദിഖിന്റെ ഒരു സുഹൃത്ത് ഋഷഭാവയുടെ ഒരു കഥാപാത്രനെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് ഇവരൊരു കുഴപ്പത്തിൽ പെടുന്നു. അതൊന്ന് ഊരി നിൽക്കുന്ന സമയത്താണ് മുകേഷിന്റെ പഴയ സുഹൃത്ത് ജയറാമിനെ കണ്ടു. ജയറാം വലിയൊരു കോടീശ്വരനാണ്. ജയറാമിന്റെ അച്ഛന്റെ മറ്റൊരു ബന്ധത്തിലുള്ള ഒരു മകൻ, ആ ഒരു മകനെ തേടിയുള്ള ഒരു യാത്ര. അങ്ങനെ ഇവര് കൂടെ കൂടുന്നത് അങ്ങനെ കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ ചെറിയൊരു സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമ. നല്ലൊരു സിനിമ, ഒരു മോശം പറയാൻ പറ്റാത്ത ഒരു സിനിമ. അടുത്ത സിനിമ ഗാനമേള.
അമ്പിളി എന്ന ഡയറക്ടർ, വളരെ സീനിയർ ഡയറക്ടറാണ് അദ്ദേഹം. വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 80s മുതലേ ഉണ്ട് സിനിമയിലൊക്കെ. ഇപ്പോഴും അദ്ദേഹം എന്തൊക്കെ സിനിമകളൊക്കെ അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് ഒക്കെ വരയ്ക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറെ എക്സിബിഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ജഗദീഷാണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. ഇത് അന്ന് അതും വലിയൊരു ബോക്സ് ഓഫീസ് വിജയമൊന്നും അല്ല ആ ഒരു സിനിമ, പക്ഷെ നല്ല രസമുള്ള സിനിമയാണ്. കാരണം അതില് ഇവരെല്ലാവരും ഉണ്ട്. മുകേഷിന്റെ കൂടെ മുകേഷ് സ്ഥിരം ഗാങ്, പിന്നെ ജഗതിയും ഇന്നസെന്റും നല്ല രസമായിട്ടുള്ള പെർഫോമൻസ് ആണ് അവരുടെ. മീന, പഴയ നടി, നമ്മുടെ ജയറാമിന്റെ അമ്മയുടെ മേലെ പറമ്പിലൊക്കെ വന്ന അവര് മീന. ഇതില് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് സേതുരാമയ്യർ CBI ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മുകേഷ് ഇതിൽ സെക്കൻഡ് ഹാഫില് മുകേഷ് തന്നെ വേഷം മാറി CBI ഓഫീസറെ പോലെ മമ്മൂട്ടിയുടെ പോലെ വരുന്ന ഒരു ആ സീൻസ് ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ ഗീതാ വിജയനാണ് അതിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. രസം. ഞാൻ പറഞ്ഞ അന്നത് വലിയ ഹിറ്റ് ഒന്നുമില്ല, പക്ഷെ ഇന്ന് നമുക്ക് കാണുമ്പോൾ പണ്ടത്തെ പല സിനിമകളും അന്ന് ഫ്ലോപ്പ് ആണെങ്കിലും നമുക്ക് ഇന്ന് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോഴും നമ്മളിങ്ങനെ പലപ്പോഴും യൂട്യൂബിലൊക്കെ അതിലെ സീൻസ് ഒക്കെ കാണാം. അങ്ങനെ കാണാൻ പറ്റിയ രസമുള്ള ഒരു സിനിമ തന്നെയാണ് ഗാനമേള. അടുത്ത സിനിമ ഇരിക്കൂ MD അകത്തുണ്ട്. വീണ്ടും മുകേഷ്, സിദ്ദിഖ്, സൈനുദ്ദീൻ ആ ഒരു കോമ്പോയിലുള്ള ഒരു സിനിമയാണ്. അത് കുറച്ച് അന്നത്തെ തൊഴിലില്ലായ്മ, കുറച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാവരും കൂടി അവരൊരു കൺസൾട്ടൻസി തുടങ്ങണതും എല്ലാവർക്കും ജോലി, അങ്ങനെ കമ്മീഷൻ മേടിച്ചിട്ട് രജിസ്ട്രേഷൻ ഫീസ് മേടിച്ചിട്ട്, എനിക്ക് ആ ഒരു കഥ ചെറുതായിട്ടൊക്കെ ഒരു ഓർമ്മയുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊരു ത്രില്ലർ മൂഡിലേക്കൊക്കെ പോകുന്ന ഒരു സിനിമയാണത്. PG വിശ്വംഭരൻ തന്നെയാണ് ഡയറക്ട് ചെയ്തത്. PG വിശ്വംഭരൻ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് സ്റ്റാർസിനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള അദ്ദേഹം 80s കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ അദ്ദേഹം രണ്ടാം തര നടന്മാരെ വെച്ചിട്ട് കുറെ പേർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. PG വിശ്വംഭരനൊക്കെ അങ്ങനെ ഒതുങ്ങി പോവാതെ പോയ, നമുക്കറിയാം 80s കുറെ ഡയറക്ടേഴ്സ് ഉണ്ട് 80s തിളങ്ങി നിന്ന്, പിന്നീട് അവരൊക്കെ ഒട്ടും സിനിമകൾ ചെയ്യാതെ സൈഡായി പോയവരുണ്ട്. പക്ഷെ PG വിശ്വംഭരനൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ട്രാക്ക് പിടിച്ച് 90s കഴിഞ്ഞപ്പോൾ സൂപ്പർ താരങ്ങളുടെ പുറകെ പോകാതെ രണ്ടാം നിരയിൽ നിൽക്കുന്ന ആളുകളുടെ പുറകെയല്ല, അവരെ വെച്ച് സിനിമകൾ ഓർഗനൈസ് ചെയ്യാൻ ശ്രമം നടത്തി. അതിന് എനിക്ക് തോന്നുന്നു അതിന് ഒരു വലിയൊരു കൈയടി കൊടുക്കേണ്ടത് കലു ഡെന്നിസ് ആണ്. കലു ഡെന്നിസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ആ ഒരു ട്രാക്ക് പിടിച്ചത്. സിദ്ദിഖ് ലാൽ തുടങ്ങി വെച്ചു, അതിനിപ്പോ കലു ഡെന്നിസ് ഒക്കെ മിമിക്സ് പരേഡിൽ തുടങ്ങി, അങ്ങനെ തുടങ്ങാൻ പിന്നീട് കലു ഡെന്നിസിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ടേഴ്സ് മാറി വരും. തുളസിദാസ്, PG വിശ്വംഭരൻ പലരും കലു ഡെന്നിസിന്റെ സ്ക്രിപ്റ്റുകൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെന്ന് PG വിശ്വംഭരൻ. അദ്ദേഹം ചെയ്ത ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നത്തെ പ്രോഗ്രാം ഉണ്ട്, ഇപ്പൊ ഇരിക്കും MD, വീണ്ടും PG വിശ്വംഭരൻ തന്നെ ഇതേ ടീമിനെ വെച്ച് തന്നെ ചെയ്ത സിനിമ. പക്ഷേ ഈ സിനിമ അങ്ങനെ വലിയ വിജയമല്ല. ഒരു ക്രിസ്മസ് സീസണിലാണ് സിനിമ ഇറങ്ങുന്നത് 91. സിനിമ അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. ഞാൻ പരാജയം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞു, ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എക്സാക്ട്ലി അറിയില്ല. കാരണം അന്നത്തെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം പ്രൊഡ്യൂസറൊക്കെ വളരെ ചെറിയ ബഡ്ജറ്റിൽ സിനിമകൾ ചെയ്തിട്ട് അന്നൊരു 13 ലക്ഷം 16 ലക്ഷം ഈ റേഞ്ചിലാണ് ഒരു മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ് സിനിമകളൊക്കെ അന്ന് സംഭവിക്കുന്നത്. എന്നിട്ട് അവർക്ക് ആദ്യം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ സിനിമ ആദ്യം തന്നെ ഔട്ട്റൈറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യും. ചിലപ്പോൾ 16 ലക്ഷം രൂപയ്ക്ക് പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരു സിനിമ ഒരു 18 ലക്ഷം രൂപയ്ക്കോ 20 ലക്ഷം രൂപയ്ക്കോ ആദ്യ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേടിക്കും. അപ്പൊ പ്രൊഡ്യൂസർ ആദ്യം സേഫ് ആണ്. പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും അത് ഓൾ കേരള, അല്ലെങ്കിൽ അവരത് വേറെ ചെറിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അത് ഓരോ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ചില ഏരിയ ലാഭവും ചില ഏരിയ നഷ്ടം വരും. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വൻ ലാഭം കിട്ടും, ചിലപ്പോൾ തട്ടുകേടില്ലാതെ പോകും, ചിലവർക്ക് നഷ്ടം വരും. പക്ഷെ അപ്പോഴും പ്രൊഡ്യൂസേഴ്സ് സേഫ് ആയിരിക്കും. അപ്പൊ അന്ന് ഒരുവിധം എല്ലാ സിനിമകളും പ്രൊഡ്യൂസേഴ്സ് സേഫ് ആയിരുന്നു. കാരണം ആദ്യം തന്നെ ഔട്ട്റൈറ്റർ ആയിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വാങ്ങുന്നതുകൊണ്ട്. അങ്ങനെയൊക്കെ സേഫായ ഒരു ചെറുകിട പടങ്ങളിൽ ഒരു പടം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇരിക്കൂ MD അകത്തുണ്ട്. അടുത്തൊരു സിനിമ കാക്കത്തൊള്ളായിരം. VR ഗോപാലകൃഷ്ണൻ എന്ന ഡയറക്ടർ. അദ്ദേഹം പ്രിയദർശന്റെ വളരെ സ്വന്തം ആളായിരുന്നു. പ്രിയദർശന്റെ അസോസിയേറ്റ് ആയിരുന്നു. പ്രിയദർശന്റെ പല സിനിമകളുടെയും റൈറ്റർ ആയിരുന്നു. അദ്ദേഹം കുറെ സിനിമകൾ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. VR ഗോപാലകൃഷ്ണൻ ഡയറക്ട് ചെയ്ത സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ നല്ല ഹ്യൂമർ ഉണ്ട്. സീരിയസ് കഥയാണ് പറയുന്നതെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഒരു ട്രാജഡി ആണെങ്കിൽ കൂടിയും അതിൽ കുറെ നല്ല രസമായിട്ട് എനിക്കുള്ള ജഗദീഷിന്റെ ക്യാരക്ടർ, പിന്നെ മാമുക്കോയുടെ ക്യാരക്ടർ, കുറെ ക്യാരക്ടേഴ്സ് അല്ലെ. മാമുക്കോയ എപ്പോഴും ഷീട്ട് കളിക്കുന്ന ഒരാൾ, ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് ആര് വഴിയിൽ പോയി കഴിഞ്ഞാലും ഷീട്ട് കളിക്കാൻ വിളിക്കും, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. മുകേഷ് ഇതിൽ വളരെ സീരിയസ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു മുകേഷ് ഇതിൽ ഹ്യൂമർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇപ്പൊ കണ്ടിട്ട് കുറച്ചായി സിനിമ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അതിൽ സായ് കുമാർ ഉണ്ട്. നല്ല രസമുള്ള ഒരു സിനിമ തന്നെയാണ്. ഉർവശിക്ക് ആ ഒരു സിനിമയ്ക്കാണ് സ്റ്റേറ്റ് അവാർഡ്. ആ ഒരു സിനിമയ്ക്ക് മാത്രമല്ല, മുഖചിത്രം, കാക്കത്തൊള്ളായിരം, ഇങ്ങനെ 2-3 സിനിമകളൊക്കെ ചേർന്നിട്ടാണ് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ സിനിമ അന്ന് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഞാൻ കാസറ്റാണ് ആ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ വളരെ അഭിപ്രായം മിക്സഡ് ആയിരുന്നു. പടം ക്ലൈമാക്സ് സങ്കടമാണ്, അതങ്ങനെയാണല്ലോ. ക്ലൈമാക്സ് ട്രാജഡി ആണെങ്കിൽ കാണില്ല, അല്ലെങ്കിൽ പൊട്ടും, ഇങ്ങനെയൊക്കെയായിരുന്നു പൊതുവേ ഉള്ളൊരു ടോക്ക്. അങ്ങനെ മുങ്ങിപ്പോയ ഒരു സിനിമ തന്നെയാണ് കാക്കത്തൊള്ളായിരം. അടുത്ത സിനിമ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ് മൂക്കില്ല രാജ്യത്ത്. ഇതിൽ നമുക്ക് മുകേഷ നായകൻ എന്ന് പറയാൻ പറ്റില്ല. മുകേഷും ജഗതിയും സിദ്ദിഖും തിലകനൊക്കെ പൂണ്ട് വിളയാടിയ
അശോകൻ താഹ ഡയറക്ട് ചെയ്തത്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് അന്നൊക്കെ സിനിമ ഡയറക്ട് ചെയ്തത്. പിന്നെ താഹ ഇൻഡിപെൻഡന്റ് ആയതൊക്കെ. മൂക്കില രാജ്യത്തും അന്നൊരു അത്യാവശ്യം ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് തിയേറ്ററിലല്ല, ഈ പിന്നീട് ടി വിയിലാണ് അത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിരിക്കുന്നത്. എത്ര തവണ ടി വിയിൽ വന്നാലും അല്ലെങ്കിൽ യൂട്യൂബിലും DVD ഒക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് മൂക്കില രാജ്യത്ത്. പിന്നെ നാട്ടുവിശേഷം എന്നൊരു സിനിമ ഉണ്ട്. ഈ സിനിമ ഞാൻ പണ്ട് കാസറ്റ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു കാട്ടില് വന്നിട്ട് ഇവര് താമസിക്കുന്നത്, സിദ്ദിഖും മുകേഷും കൂടി വന്ന് താമസിക്കുന്നൊക്കെയാണ്. ഇവിടെ ഒരു ആദിവാസികള്, എനിക്ക് കറക്റ്റായിട്ട് കഥ ഓർമ്മയില്ല, കുറെ മുമ്പാണ്. ഒന്നും തിയേറ്ററിലൊന്നും ഓടിയ സിനിമയല്ല, പക്ഷെ കാസറ്റ് കണ്ടിട്ടുണ്ട്. അതിലെ ഒരു സീനാണ് ഇപ്പൊ പലപ്പോഴും ട്രോളായിട്ടൊക്കെ, അതായത് മുകേഷ് ബട്ട് വൈ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, അത് ആ സിനിമയിലാണെന്നാണ് എന്റെ ഒരു അറിവ്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല സിനിമയുടെ മറ്റു കഥയോ കാര്യങ്ങളോ. ആ മുകേഷ് അന്ന് അവിടെ വന്ന് താമസിക്കുന്നതും അവിടെയുള്ള ഒരു പെൺകുട്ടിയായിട്ട് പ്രണയമാവുന്നതും അങ്ങനെ പോകുന്ന ഒരു കഥയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. പിന്നെ പാരൽ കോളേജ് എന്നൊരു സിനിമ തുളസിദാസ് ഡയറക്ട് ചെയ്താണ്. അതിൽ സുരേഷ് ഗോപിയും ഗീതയുമാണ് പ്രധാന വേഷം. മുകേഷ് ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ വരുന്നതാണ്, ഗീതയുടെ ഭർത്താവായിട്ട് വരുന്നതാണ്, പിന്നീട് മരിക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു അതിന്ന് ഈ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഇവരുടെ ആദ്യ രാത്രിയുടെ അന്ന് കുറച്ച് ഗുണ്ടകൾ, ശത്രുക്കൾ വന്നിട്ട് മുകേഷിനെ കൊല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്ക് അതിൽ ഓർമ്മയുണ്ട്. ഈ സീൻ പിന്നീട് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു കഥ. എനിക്ക് തോന്നുന്നു ധ്രുവം സിനിമയിൽ ഏകദേശം ഇതുപോലെ അതിൽ വിക്രമിന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു ശത്രു ഗുണ്ടയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനുണ്ട്. കമ്മത്തില് നരേനെ കൊല്ലുന്ന ഒരു സീൻ. ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ക്യാരക്ടർ അല്ല പറയുന്നത്, ഇങ്ങനത്തെ ഒരു സീൻ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഭർത്താവിനെ കുറെ പേര് അറ്റാക്ക് ചെയ്യുന്നതോ കൊല്ലുന്നതോ പിന്നീട് പല സിനിമകളും കണ്ടിട്ടുള്ള, അതിന്റെ തുടക്കം ഞാൻ കണ്ടിട്ടുള്ളത് പാരൽ കോളേജ് എന്ന സിനിമയിലാണ്. ഈ സിനിമ അന്ന് വലിയ വിജയമൊന്നും അല്ല, തിയേറ്ററിൽ ഒരു ആവറേജ് ഒക്കെ പോയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഒരു സിനിമ പോസ്റ്റ് ബോക്സ് നമ്പർ 27, നല്ല രസമുള്ള ഒരു കഥയാണ്. അതും തിയേറ്ററിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചലനം സൃഷ്ടിക്കാതെ പോയതാണ്. ഞാനൊക്കെ അത് കാസറ്റ് കണ്ടിട്ടുള്ളത്. ആ സിനിമ യൂട്യൂബിലൊന്നും ഇല്ല എന്നാണ് എന്റെ അറിവ്. യൂട്യൂബിലൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. TV വന്നിട്ട് എപ്പോഴേക്കോ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ത്രെഡാണ് അതിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ മുകേഷും സൈനുദ്ദീനും സിദ്ദിഖൊക്കെയാണ്. ഇതിൽ മുകേഷിനെ ജോലി ചെയ്യുന്നതോ പിരിച്ചുപിടിക്കുകയോ എന്തോ ചെയ്യുമ്പോൾ മുകേഷ് ഇവരെല്ലാവരും മദ്യപിച്ച് കഴിഞ്ഞ് ഒരു ആവേശത്തിന്റെ പുറത്ത് ഒരു ഭീഷണി കത്തോ തെറിക്കത്തോ ഇവരുടെ MDക്ക് അയക്കണതും, പക്ഷെ പിന്നീട് അവർക്ക് ബോധം വന്നു കഴിയുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് ആ കത്ത് തേടുന്നതും, പക്ഷെ ആ സമയത്ത് MDയും കൊല്ലപ്പെടുന്നു. ഇവരുടെ കത്ത് അവിടെ എത്തുന്നതിന് മുമ്പ് ഇവർക്ക് അത് പിടിക്കണം. അങ്ങനെ പോകുന്ന ഒരു ത്രില്ലറും ഫണ്ണും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല രസമുള്ള സിനിമ. നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടോ? എനിക്ക് എന്റെ ക്ലൈമാക്സ് ഒക്കെ ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. എന്തൊരു മർഡർ മിസ്റ്ററി, ഇവരത് പ്രൂവ് ചെയ്യുന്നൊക്കെയാണ് അത്. പിന്നെ ഷാജി കൈലാസിന്റെ സിനിമയാണ് സൗഹൃദം. അത് അന്ന് ആവറേജ് പോയ ഒരു സിനിമയാണ്, വലിയ വിജയമൊന്നുമല്ല. കാരണം ഷാജി കൈലാസിന്റെ തലസ്ഥാനം വരെ ഒരു സിനിമയും അങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റ് അല്ല. ഫസ്റ്റ് പടം ന്യൂസ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഹിറ്റ് ആയിട്ടുണ്ട്. അവിടെ മുതൽ അങ്ങോട്ട് ഡോക്ടർ പശുപതിയും സൗഹൃദവും ഒന്നും അങ്ങനെ വലിയ വിജയങ്ങളല്ല. നീലക്കുറുക്കൻ, അതുകൊണ്ട് അദ്ദേഹം ഷാജി കൈലാസ് പിന്നെ ഒരു ട്രാക്ക് മാറി തലസ്ഥാനം മുതലാണ് വേറൊരു ലീഗിലോട്ട് പോയത്. ഏതായാലും സൗഹൃദം നല്ല സിനിമയാണ്. കാരണം സായികുമാറും മുകേഷും രണ്ടുപേരും തുല്യ പ്രാധാന്യം. റാംജിറാവ് ടീം ഒന്നിക്കുന്ന സിനിമ. ഉർവശി പാർവതിയും ഇവരുടെ ഭാര്യമാരായിട്ടൊന്ന് അവരുടെ ഒരു ഒരു മേളും അടിയിലും ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും താമസിക്കുന്ന ഒരു ഫാമിലി, ഇവർ തമ്മിൽ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണയും അഭിപ്രായം, അങ്ങനെയുള്ള ചില സംശയവും അതൊക്കെയാണ് ഒരു സിനിമ. നല്ല സിനിമയാണ്, നല്ല രസമുള്ള ഒരു സിനിമയാണ്. കല്ലു ഡെന്നീസ് ആണ് അത് എഴുതിയിരിക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് പെട്ടെന്ന് ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നത്, ഞാൻ വായിച്ചിട്ടുള്ളത് ഈ സിനിമയും ഗന്ധർവനും ഞാൻ ഗന്ധർവനും ഒരു ദിവസമാണ് ഇറങ്ങിയത് 1991 ജനുവരിയിൽ. അന്ന് കല്ലു ഡെന്നീസ് ഷാജി കൈലാസും ഈ സിനിമ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് തിയേറ്ററിൽ പോകുമ്പോൾ ആ തിയേറ്ററിൽ തന്നെ കോംപ്ലക്സിൽ മറ്റൊരു സ്ക്രീനിലാണ് ഞാൻ ഗന്ധർവന്റെ റിലീസ്, പത്മരാജന്റെ സിനിമ. പത്മരാജൻ പറഞ്ഞു, എന്റെ ഗന്ധർവനുമായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സിനിമയായിട്ട് വന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ തമാശ രൂപേണ പറഞ്ഞതൊക്കെ കല്ലു ഡെന്നീസ് പിന്നീട് എഴുതിയിട്ടുണ്ട് പലയിടത്തും. എന്തായാലും ആ സൗഹൃദവും മോശമല്ലാത്തൊരു സിനിമ. സുകുമാരനുണ്ട്, സുകുമാരനും സരിതയും ഒരു ഗസ്റ്റ് റോൾ ആണ് അതിൽ. പക്ഷെ സുകുമാരൻ നല്ല ശക്തമായിട്ടുള്ള ഒരു കുറച്ചേ ഉള്ളൂ, ഇതിന് നല്ല രസമായിരുന്നു സുകുമാരൻ ആ ഒരു സിനിമയിൽ. കല്ലു ഡെന്നീസ് തന്നെ അദ്ദേഹം എഴുതിയ സിനിമകളിൽ സുകുമാരൻ ചെയ്ത നല്ല കുറച്ച് കഥാപാത്രങ്ങൾ ഒരു കഥാപാത്രമായിട്ട് സൗഹൃദം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സൗഹൃദത്തിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് സുകുമാരൻ ഒരിക്കൽ ഷാജി കൈലാസിന്റെ അടുത്തൊക്കെ അന്ന് പറഞ്ഞത്, എന്റെ 2 മക്കൾ വളർന്നു വരുന്നുണ്ട്, അവരും നാളെ സിനിമയിൽ ഒരു സ്ഥാനം നേടുന്നൊക്കെ അന്നും സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഷാജി കൈലാസ് പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 സിനിമകൾ കൂടിയുണ്ട്. അതിലൊന്ന് ഭൂമിക, പിന്നെ ഒന്ന് രാഗം അനുരാഗം. ഇതിൽ രാഗം അനുരാഗം സിനിമ എനിക്ക് ഓർമ്മയില്ല സിനിമ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. എനിക്ക് ആ സിനിമയെ കുറിച്ച് ഒരു വലിയ പിടിയില്ല. ഭൂമിക IV ശശിയുടെ സിനിമയാണ്. MG സോമൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ. അതിൽ കുറെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. സുരേഷ് ഗോപി, സായികുമാർ, ജയറാം ഒക്കെ ഉണ്ട്. അതിൽ മുകേഷും ഉണ്ട്. അത് ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് അതുകൊണ്ട് അത് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇത്ര സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും അതന്ന് അത്യാവശ്യം ബഡ്ജറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പടം ഫ്ലോപ്പ് ആയിരുന്നു.
അങ്ങനെ മുകേഷിന് വലിയ റോളൊന്നും അല്ല അതിൽ, മെയിൻ റോൾ അതിൽ വലിയൊരു മൾട്ടി സ്റ്റാർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൂട്ടക്കളിയിൽ വന്ന സിനിമയാണ്. എന്തായാലും ഇത്രയും സിനിമകളിൽ ഗോഡ് ഫാദർ തന്നെയാണ് മുകേഷിന് ഗുണം ചെയ്തിട്ടുള്ളത്. വേറെയും കുറെ സിനിമകളുണ്ട്. ഇതിൽ ഭൂരിഭാഗം സിനിമകളും അന്ന് പ്രൊഡ്യൂസേഴ്സിനെ സേഫ് ആക്കിയ സിനിമകൾ തന്നെയാണ്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ എനിക്ക് തോന്നുള്ളൂ നഷ്ടമായിട്ടുള്ളൂ മുകേഷ് സോളോ ചെയ്തതിൽ. പിന്നെ ബാക്കി കൂട്ടക്കളികളൊക്കെയാണ്. എന്നാലും 91-ൽ ഒരുപാട് സിനിമകൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 99-ലെ റാംജിറവോട് കൂടി തുടങ്ങിയ ഒരു യാത്രയാണ്. 1990-ലും കുറെ സിനിമകൾ ചെയ്യാൻ പറ്റി, 91-ലും മുകേഷിന് കുറെ സിനിമകൾ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇതില് നിങ്ങൾ എല്ലാ സിനിമയും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഈ പറഞ്ഞ ചില സിനിമകളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.